ഗുഡ് ഈവനിംഗ് ട്രേഡേഴ്സ് ഇൻവെസ്റ്റേഴ്സ് ഇലീഗൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് മാർക്കറ്റാണ് ഇന്നുണ്ടായിരുന്നത്. അങ്ങനെ പൊതുവെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് നമ്മളെ തന്നെ ഉണ്ടായിരുന്നില്ലെങ്കിലും നിഫ്റ്റി 23,400 ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്തു. ആ ഒരു ഇൻട്രാഡേ ഹൈയിൽ നിന്ന് നിഫ്റ്റി ഫോളോ ചെയ്തിപ്പോൾ നിഫ്റ്റിയുടെ ക്ലോസ് 23,216 എന്ന നിലയിലാണ്. പ്രധാനമായിട്ടും മെറ്റൽ സ്റ്റോക്കുകളും IT സ്റ്റോക്കുകളും ഇടിവ് രേഖപ്പെടുത്തി. ഇൻഫോസിസൊക്കെ ഇന്ന് വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തി. എങ്കിലും മാർക്കറ്റ് പൊതുവെ മിക്സഡ് ആയിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് ആണെന്ന് പറയാം. ടാറ്റ, TCSും ഇൻഫോസിസും ഉൾപ്പെടെയുള്ള കമ്പനീസാണ്, മെറ്റൽ സ്റ്റോക്കുകളാണ് ഇന്ന് ഫോളോ ആയത്. കൂടാതെ ഈ ഗോൾഡിൻ്റെ പ്രൈസ് ഇടിഞ്ഞിട്ടുള്ളത് കല്യാൺ ജ്വല്ലേഴ്സ്, PC ജ്വല്ലേഴ്സ്, മണപ്പുറം, മുത്തൂറ്റ് തുടങ്ങിയ കമ്പനീസിലും ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് പ്രധാന ഡേറ്റ വരുന്ന ദിവസമാണ്. US നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വന്ന ദിവസമാണ്. US ഇൻഫ്ലേഷൻ ഡേറ്റ 3.8 നിന്ന് 4.2 സ്പൈക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. അപ്പോൾ ഇതും ഉണ്ട്. പ്ലസ് ഇറാൻ US പുതിയ ഫ്രഷ് എസ്കലേഷൻ, US ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ചിട്ടു. US അതിന് ഇറാൻ്റെ റഡാർ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു. അപ്പോൾ ഇറാൻ മറ്റുള്ള അറബ് രാജ്യങ്ങളെ ആക്രമിച്ചേക്കാമെന്നുള്ള ഭീതി പടരുന്നുണ്ട്. ചെറിയ തോതിലെങ്കിൽ കൂടിയും ക്രൂഡ് പ്രൈസ് സ്പൈക്ക് ചെയ്തു, ഗോൾഡ് ഫോളായി. അപ്പോൾ അത് മാർക്കറ്റിലൊരു അസന്തുലിതാവസ്ഥ നിലനിർത്തി. കാരണം നമ്മൾ മാർക്കറ്റ് ഫസ്റ്റ് ഹാഫിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് US ഫ്യൂച്ചർ, എസ്പെഷ്യലി നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും പോസിറ്റീവായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ് സെക്കൻഡ് ഹാഫിൽ ഓപ്പൺ ചെയ്ത സമയത്ത് എല്ലാം പോസിറ്റീവ് ആയിരുന്നു. പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള ന്യൂസുകൾ, ഈ ഇൻഫ്ലേഷൻ ഡേറ്റ ഒക്കെ വന്നത്. ഡേറ്റ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ US മാർക്കറ്റ് ഇപ്പോൾ ക്രാഷ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാവണം സെക്കൻഡ് ഹാഫിൽ മാർക്കറ്റ് പെട്ടെന്ന് തന്നെ ഒരു വലിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിലൂടെ മാർക്കറ്റ് താഴേക്ക് ഇടിഞ്ഞത്. മാർക്കറ്റിൽ ഇന്ന് ഹിൻഡൽകോ, കോൾ ഇന്ത്യ, ഇൻഫോസിസ്, ONGC, എറ്റേണൽ തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഫോൾ ആയിട്ടുള്ളത്. പൊതുവേ ഇത്തരത്തിലുള്ളൊരു ഇടിവുണ്ടാകുമ്പോൾ ആളുകളുടെ പ്രിയപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് സെക്ടറായിട്ടുള്ള FMCG സെക്ടറിലേക്കാണ് ഇന്ന് ആളുകൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. നെസ്ലയും HUL എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത്. കൂടെ തന്നെ ഈ RBI ബാങ്കിങ് മേഖലയിലേക്ക് ഒരു ലിക്വിഡിറ്റി ഉയർത്തുന്ന മെഷേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ബാങ്ക് നിഫ്റ്റി വമ്പൻ റാലി നമ്മൾ കണ്ടു. ഇന്നും ആക്സിസ് ബാങ്കും കൊട്ടാക് ബാങ്കും ICICI ബാങ്കും ഉൾപ്പെടെയുള്ള ബാങ്കിങ് സെക്ടർ മാർക്കറ്റിനെ പിടിച്ചു നിർത്തി എന്നുള്ളതാണ് വാസ്തവം. നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവാണ്. ഇന്ത്യ വിക്സ് ചെറുതായിട്ടൊന്ന് സ്പൈക്ക് ചെയ്ത് 15. ജപ്പാൻ മാർക്കറ്റ് 1237 പോയിന്റ് ഇടിഞ്ഞു. കൊറിയൻ മാർക്കറ്റ് 4.5% ഇടിഞ്ഞു. ഓസ്ട്രേലിയ പോസിറ്റീവായിരുന്നു. നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നെഗറ്റീവാണ്. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. തൊട്ട് മുകളിലേക്ക് നാച്ചുറൽ ഗ്യാസ് സ്പൈക്ക് ചെയ്തു 3%, ബ്രന്റ് ഓയിൽ സ്പൈക്ക് ചെയ്തു 1%, ബിറ്റ്കോയിൻ ഫോളായി, സിൽവർ ഫോളായി, ഗോൾഡ് ഏറ്റവും ടോപ്പിൽ കാണാം 2% ഫോളായ ഒരു അവസ്ഥയിലാണുള്ളത്. നമ്മളിപ്പോൾ ഈ US സ്റ്റോക്കുകൾ എല്ലാം തന്നെ കീനായിട്ട് വാച്ച് ചെയ്യാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ US എക്സ്റ്റൻഡ് അവേഴ്സിൽ എല്ലാ IT കമ്പനീസും ഇപ്പോൾ ഇടിവിലാണുള്ളത്, എക്സ്റ്റൻഡ് അവേഴ്സിൽ. അപ്പം രാവിലെ രാവിലെ മീൻസ് ഈ എക്സ്റ്റൻഡ് അവേഴ്സ് തുടങ്ങുന്ന സമയത്ത് പോസിറ്റീവായിരുന്നു. പെട്ടെന്ന് തന്നെ അസഞ്ചർ, NVIDIA, ആമസോൺ എല്ലാം തന്നെ നെഗറ്റീവ് ഒരു സെൻറ്റിമെൻറ്റ്സിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി നിർത്തിയാൽ ഇനി ഒരുപാട് വേറെ ഡേറ്റാസ് ഉണ്ട്. ഇതിൽ ഇന്ത്യ, അമേരിക്ക ഈ ട്രേഡ് ഡീലിൻ്റെ ബലാട്രൽ ട്രേഡ് 48 ലക്ഷം കോടി അഥവാ 500 ബില്യൺ വരെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം ബന്ധം ഉയർത്തുക എന്നുള്ള രീതിയിൽ പുതിയ ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക തീരുവ അതായത് താരിഫ് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കൂടുതൽ കയറ്റുമതി കാര്യക്ഷമമാകും. ഫാർമ, ടെക്സ്റ്റൈൽ, ഓട്ടോ പാർട്സ്, ഇലക്ട്രോണിക്സ്, അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് തുടങ്ങിയ മേഖലകളിലേക്കും കൂടെ തന്നെ FDI വിദേശ നിക്ഷേപവും പുതിയതായിട്ട് തൊഴിൽ സാധ്യതകളെല്ലാം തന്നെ ഉണ്ടാകുമെന്നാണ് എക്സ്പെക്റ്റേഷൻ. ഇനി അത് ഇന്ത്യയും US തമ്മിലുള്ള ഒരു കാര്യം. ഇന്ന് ഇന്ത്യയിലെ ഇന്ത്യയുടേതായിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ CGSMFI 2.0 ഈ ഒരു പദ്ധതിയുടെ കാലാവധി ഓഗസ്റ്റ് 31 വരെ നീട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ 20,000 കോടി രൂപ വരെ വായ്പ അനുവദിക്കുന്നത് വരെ പദ്ധതി തുടരും ഈ 2 സിനാരിയോയിൽ. അപ്പോൾ ഈ ഒരു പദ്ധതി പ്രകാരം ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങൾക്കും മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾക്ക് വായ്പ നൽകുമ്പോൾ സർക്കാർ ഗ്യാരണ്ടി നൽകും. അപ്പോൾ ഇത് ഗുണകരമാവുന്നത് ചെറുകിട വായ്പകൾ നൽകുന്ന സ്ഥാപനങ്ങൾ, ഗ്രാമീണ മേഖലയിലെ ചെറുകിട സംരംഭങ്ങൾ,
സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾ ഇവർക്കൊക്കെ വായ്പ പെട്ടെന്ന് തന്നെ ലഭ്യമാകും. ബാങ്കുകളുടെ റിസ്ക് കുറയും. ഇത് മൈക്രോ ഫിനാൻസ് മേഖലയിലെ കമ്പനീസിനെല്ലാം തന്നെ ഇത് ഗുണകരമാകും എന്നുള്ളതാണ് ഈ ഒരു നമ്മളുടെ ഇന്ത്യൻ ആയിട്ടുള്ള ഒരു ന്യൂസ്. ഇത് നമുക്ക് നേരെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റ്, അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റിൽ PCR എല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. എന്നാൽ ഇപ്പോൾ ഡോട്ടഡ് ലൈൻ നിഫ്റ്റിയുടെ സ്പോട്ടാണ് 23,250. കൂടുതൽ കോൾ റൈറ്റിംഗ് കാണുന്നുണ്ട്, പുട്ട് റൈറ്റിംഗും ഉണ്ട്. മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷനാണ് ഈ ഓപ്ഷൻ റൈറ്റേഴ്സ് എല്ലാം തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത്. കോളിൻ്റെ കളറ് ഗ്രീനും പുട്ടിൻ്റെ കളറ് റെഡും ഓരോ സ്ട്രൈക്കുകളും നിഫ്റ്റിയുടെ 50 പോയിൻ്റ് ഇൻ്റർവെല്ലാണ് ഓരോ സ്ട്രൈക്കുകളും. അപ്പോൾ ഇതിൽ ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ അവരുടെ ആ ഒരു അനുമാനങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാനും ഇതുവഴി മാർക്കറ്റിൻ്റെ ദിശ ഇത് പൂർണ്ണമായിട്ടും ഇതല്ല മാർക്കറ്റ് നിയന്ത്രിക്കുന്നതെങ്കിൽ കൂടിയും നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമ്മളുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ബുള്ളിഷ് ബെയറിഷ് ആയിട്ടുള്ള നമ്മുടെ ചിന്തകളെ സ്ട്രെങ്തൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ ഇതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾ മാത്രമല്ല, ഇൻവെസ്റ്റേഴ്സും സ്വിംഗ് ട്രേഡേഴ്സും കൺസിഡർ ചെയ്യണം. ഇതായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാം. ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും പഠിക്കാം. അതല്ലെങ്കിൽ ഈ ആഴ്ച നമ്മുടെ കൊച്ചി ഓഫീസിൽ വെച്ചിട്ട് ഓപ്ഷൻ്റെ ക്ലാസ് മാത്രമല്ല, ബേസിക്കിൻ്റെ ക്ലാസ്സും ഉണ്ട്. ഫസ്റ്റ് കമൻറ്റിൽ നമ്പറുണ്ട്, കോൺടാക്ട് ചെയ്യാം. ചെറിയ ചിലവിൽ നമുക്ക് ഇത് വിശദമായിട്ട് തന്നെ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. കോൺടാക്ട് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള വാർത്തകൾ മാത്രമാണ്. മുത്തൂറ്റ് മൈക്രോഫിൻ കമ്പനി CEO ഇവരുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് ഉയർത്തി 20% വരെ ഉയർത്തി എന്നുള്ള ന്യൂസ് ഉണ്ട്. ന്യൂക്ലിയർ സോഫ്റ്റ്വെയർ ഇവർ അസെൻട്ര സൊല്യൂഷനായിട്ടൊരു പുതിയ ഒരു പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു. സ്റ്റോക്കിൽ നിന്ന് 15% റാലി കണ്ടു. ഭാരത് ഫോർജ് കമ്പനി ഇവരുടെ ഡിഫൻസ് സെക്ടറിൽ നിന്നുള്ള ഇവരുടെ റവന്യൂ ഉയരുമെന്ന് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇനി എലൈറ്റ്കൺ ഇൻ്റർനാഷണൽ കമ്പനി ഇവർ 700 കോടി രൂപയുടെ FMCG എക്സ്പാൻഷൻ പ്രൊജക്റ്റ് കമ്പനി അപ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്റ്റോക്കിൽ നിന്ന് 20% സ്പൈക്ക് ചെയ്തു. കോൺകോഡ് ബയോടെക് കമ്പനി ഇവരുടെ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം കിട്ടിയെന്നുള്ള ന്യൂസ് ഉണ്ട്. സ്റ്റോക്കിൽ നിന്ന് 5% സ്പൈക്ക് ചെയ്തു. CMR ഗ്രീൻ ടെക്നോളജി കമ്പനി എന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. BSEയിലും ലിസ്റ്റ് ചെയ്തു. ലിസ്റ്റിംഗ് പ്രൈസ് 275, ഇഷ്യൂ പ്രൈസ് ഉണ്ടായിരുന്നു 192 ലിസ്റ്റിംഗും കിട്ടി. അപ്പാർ ഇൻഡസ്ട്രീസ് കമ്പനി ഇവർ കേബിൾ ബിസിനസ്സിൻ്റെ ഫോർകാസ്റ്റ് 25% ഉയർത്തി എന്നുള്ള ന്യൂസ് ഉണ്ട്. സ്റ്റോക്കിൽ നിന്ന് 4% സ്പൈക്ക് ചെയ്തു. വാസ്കോൺ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് 347 കോടി രൂപയുടെ ഓർഡർ കിട്ടി. സ്റ്റോക്കിൽ നിന്ന് 5% സ്പൈക്ക് ചെയ്തു. ഇനി ക്രിസ്റ്റൽ ഇൻറ്റിഗ്രേറ്റഡ് കമ്പനി ഇവർക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് ഓർഡർ കിട്ടി, 24 കോടി രൂപയുടെ ഓർഡർ കിട്ടി എന്നുള്ളതാണ് ന്യൂസുകൾ. ഗ്ലോബൽ മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യുഎസിലെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നല്ലോ. ഇനിയിപ്പോൾ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ഉണ്ട് വെള്ളിയാഴ്ച ദിവസം. ഇനിയിപ്പോൾ നാളെ യുഎസിൽ നിന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട PPI ഡേറ്റ ഉണ്ട്. ഒരുപാട് എക്കണോമിക് ഡേറ്റാസ് ഉണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി ചെറിയൊരു പോസിറ്റിവിറ്റി ഒക്കെ കാണിക്കുന്നുണ്ട്. ഡോയും നാസ്ഡാക്കും നേരത്തെ കണ്ട പോലെയല്ല, ഇപ്പോൾ കുറച്ചൊരു റിക്കവറി മോഡിലേക്ക് വന്നു. ജർമ്മൻ മാർക്കറ്റും കുറച്ചൊരു റിക്കവറി മോഡിലേക്ക് വന്നിട്ടുണ്ട്. എക്സ്റ്റൻഡ് അവേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. ഓക്കെ, നെറ്റ്ഫ്ലിക്സ് പോസിറ്റീവിലേക്ക് വന്നു. നമ്മൾ നേരത്തെ കണ്ട പോലെയല്ല, ചെറിയൊരു റിക്കവറി മോഡിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ആമസോണൊക്കെ 17 ബില്യൻ്റെ ക്രെഡിറ്റ് ഫെസിലിറ്റി സിറ്റി ബാങ്ക് എന്നുള്ള ഓർഡർ കിട്ടി എന്നൊക്കെയുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. ന്യൂസ് ഓറിയൻറ്റഡ് ആണ് മാർക്കറ്റ് പോകുന്നത്. ഓരോ ക്യാൻഡിലുകളുടെ പുറകിൽ അത് ടെക്നിക്കൽസ് സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓരോ ക്യാൻഡിലുകളുടെ പുറകിൽ ഒരു ന്യൂസ് ഉണ്ട്, എക്കണോമിക് ഡേറ്റ ഉണ്ട്, വാർ ന്യൂസ് ഉണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പരമാവധി കറക്റ്റ് ചെയ്യുക, നമ്മുടെ ട്രേഡിലേക്കൊക്കെ അത് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ പരമാവധി രാവിലെയും വൈകിട്ടും ന്യൂസുകൾ ഉണ്ട്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ അവിടെയും ന്യൂസുകൾ കൊടുക്കുന്നുണ്ട്. എനിവേ, എല്ലാവർക്കും ശുഭ രാത്രി. താങ്ക് യു ഓൾ.